അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. അറസ്റ്റിലായി 16 ദിവസത്തിന് ശേഷമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, 16 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ജാമ്യോപാധികൾ? പ്രജിൻ, കർശനമായിട്ടുള്ള ഉപാധികളാണ് തിരുവനന്തപുരം ജില്ലാ കോടതി നൽകിയിട്ടുള്ളത്. നേരത്തെ 2 തവണയും കോടതി രാഹുൽ ഈശ്വർ നൽകിയിട്ടുള്ള ജാമ്യ ഹർജി തള്ളി. പ്രധാനമായും പ്രോസിക്യൂഷൻ നിരത്തിയ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി തള്ളിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രതിഭാഗം വീണ്ടും ആവർത്തിച്ചു ഇത്തരം കാര്യങ്ങൾ. അതായത് നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു, രാഹുൽ ഈശ്വർ ഇട്ട പോസ്റ്റ്, അതായത് അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഇട്ട് പോസ്റ്റ് രാഹുൽ ഈശ്വർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം പോസ്റ്റുകൾ ഇനി ആവർത്തിക്കുകയില്ല, അന്വേഷണ സംഘവുമായി സഹകരിക്കാം, ഏത് നിമിഷവും വിളിച്ചാൽ അന്വേഷണ സംഘത്തിന്റെ പക്കലേക്ക് എത്താം തുടങ്ങിയ കാര്യങ്ങൾ കോടതി ഇന്ന് അറിയിച്ചു. കഴിഞ്ഞ തവണയും ഇത് അറിയിച്ചതാണ്. പക്ഷേ ഇന്ന് കോടതി ഇത് അംഗീകരിച്ചുകൊണ്ട് കർശന ഉപാധികൾ ഇനി ഇത്തരത്തിൽ അതിജീവിതയെ അല്ലെങ്കിൽ അതിജീവിത FIR-ൽ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉള്ള വിശദാംശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലുണ്ട്. അത്തരം FIR-ലെ വിശദാംശങ്ങളൊന്നും ഒരു പൊതുരേഖയായി കാണാൻ കഴിയില്ല. അങ്ങനെ പൊതുരേഖയല്ലാത്ത ഒരു സ്ത്രീയുടെ സ്വകാര്യതകൾ നിറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന കർശന ഉപാധി രാഹുൽ ഈശ്വർ നൽകിയിട്ടുണ്ട്. 16 ദിവസങ്ങൾക്ക് മുൻപാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വർ ആയത്. നേരത്തെ നിരാഹാരമടക്കമുള്ള ഉപവാസത്തിലേക്ക് രാഹുൽ ഈശ്വർ പോയിരുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാഹുൽ ഈശ്വറിനെ മാറ്റി. പക്ഷേ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഇത്തരത്തിലുള്ള നിരാഹാരത്തെ. അങ്ങനെ നിരാഹാരം നിർത്തേണ്ടി വന്നു. നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി, അതായത് സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാൻ ഉപയോഗിച്ച ഗാഡ്ജറ്റുകളായ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇത് തുറക്കാനുള്ള, ഇത് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഈ രാഹുൽ ഈശ്വർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഈ കേസിൽ രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ല എന്നുകൂടി അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചത് കൊണ്ടായിരുന്നു കഴിഞ്ഞ 2 തവണയും ജാമ്യം തള്ളിയത്. എന്താണെങ്കിലും ഇത്തവണ ജാമ്യം അനുവദിച്ചു. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇനി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.